സൂപ്പർമാൻ. സൂപ്പർമാൻ എന്ന് പറയുന്ന 2025 പുറത്തിറങ്ങിയ മൂവി പോയി കാണുകയുണ്ടായി. ശരിക്കും സൂപ്പർമാനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കുട്ടിക്കാലം തൊട്ട് അനുകരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആണല്ലേ. ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ മുണ്ടൊക്കെ എടുത്ത് കഴുത്തിൽ കെട്ടിയിട്ട് സൂപ്പർമാനാന്ന് പറഞ്ഞ് കളിച്ചിട്ടുള്ളൊരു സമയം നമുക്കുണ്ട്. സോ അങ്ങനെ ഒരു പടം തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കാണാതിരിക്കുമോ? ഞാനും ഫസ്റ്റ് ഡേ പോയി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ഹെൻറി കാവിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൂപ്പർമാനേക്കാളും ബെറ്റർ ആയോ അതിനേക്കാൾ താഴെ ആയോ എന്നൊക്കെ ചോദിച്ചാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹെൻറി കാവിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൂപ്പർമാൻ മൂവി അത് വേറൊരു ഐറ്റമാണ്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യാതെ ഇതിൻ്റെ ഒരു ഫ്രഷ് മൈൻഡോട് കണ്ടു കഴിഞ്ഞാൽ പുള്ളിയെ നമുക്ക് പക്കയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പുള്ളി ക്ലർക്കായിട്ടും സൂപ്പർമാനുമായിട്ടൊക്കെ നല്ല കിടിലിനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സൂപ്പർമാൻ്റെ കുറേ ഇമോഷൻസ് നമുക്ക് കാണാം. ശരിക്കും ഇതിൻ്റെ സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീലിനകത്തൊക്കെ സൂപ്പർമാൻ ഒരു ഗോഡ് ആ ഒരു പരിവേഷമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ അകത്ത് സാധാരണ ഒരു ഹ്യൂമാനിറ്റിക് മൈൻഡാണ് പുള്ളിക്ക്. ഒരു മനുഷ്യനായിട്ട് ആ രീതിയിലാണ് സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും സൂപ്പർമാൻ ഇടി കൊണ്ട് വീഴുന്ന സീനൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനെ പോലെ ഇടിയൊക്കെ കൊള്ളുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്താണ് ഇടി കൊള്ളാനുള്ള കാരണം? ഇതൊക്കെയാണ് നമുക്ക് ക്യൂരിയോസിറ്റി വന്നത്. സോ സിനിമ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തുടക്കം തന്നെ പറയും, ഫസ്റ്റ് ഫൈറ്റ് പുള്ളി തോൽക്കുന്നു. സൂപ്പർമാനാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. അല്ലാതെ സൂപ്പർമാൻ കുട്ടിക്കാലത്തൊട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. സൂപ്പർമാൻ ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെക്സ് ലൂതർ പുള്ളിയുടെ ക്യാരക്ടർ കിടിലിനായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ലെക്സ് ലൂതർ നന്നായിട്ട് സൂപ്പർമാന് പറ്റിയൊരു വില്ലൻ, അതേപോലെ അടിച്ചടിച്ചിരിക്കുന്ന വില്ലനായിട്ട് തന്നെയാണ്. പിന്നെ സൂപ്പർമാനും ലൂയിസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സാധാരണ കാമുകന്മാർ തമ്മിൽ ഉണ്ടാകുന്ന അടി ബഹളങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും സൂപ്പർമാനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യസ്തകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, DC മൂവീസ് പൊതുവെ ചെന്ന് കാണുമ്പോഴത്തേക്കും മൊത്തം ഇരുട്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു നല്ല വെളിച്ചമുണ്ട്. പിന്നെ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെളിച്ചം ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീലിനകത്ത് ജെട്ടി അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുറത്ത് വീണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സൂപ്പർ ഡോഗ്, സൂപ്പർമാൻ്റെ പട്ടി, ശരിക്കും സൂപ്പർമാൻ്റെ അല്ല സൂപ്പർ ഗേളിൻ്റെ, സൂപ്പർമാൻ്റെ കസിനായിട്ടുള്ള സൂപ്പർ ഗേളിൻ്റെ പട്ടിയാണ്. അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കിടിലനായിട്ടുള്ള ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഒറ്റ ബാക്കി പറഞ്ഞാൽ അതിഗംഭീരമായ മൂവിയാണ്. സൂപ്പർമാൻ്റെ കുറേ ഫൈറ്റ് സീൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ വേറെ സൂപ്പർ ഹ്യൂമൻസ് ആയിട്ടുള്ള ഗ്രീൻ ലാൻറ്റേൺ, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരിൻ്റെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, തുടക്കമായിട്ടൊരു മൂവിയാണ്. ആദ്യമായിട്ട് സൂപ്പർമാൻ മൂവി കാണാൻ പോകുന്ന ആൾക്ക് ചെന്ന് ധൈര്യമായിട്ട് കാണാം. ഇതിന് മുമ്പുള്ളതും പിൻപുള്ളതൊന്നും ഇല്ല. ഫസ്റ്റായിട്ട് പോയി കാണാം. ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത്. പുതിയൊരു സീരീസ് ആയിട്ട് തുടങ്ങുവാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഗ്രീൻ ലാൻറ്റേണിൻ്റെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഇഷ്ടം പോലെ വേറെ മൂവീസ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോയി കാണുന്നവർക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സൂപ്പർമാൻ്റെ ഒറിജിൻ അതൊന്നും കാണാത്തവർക്ക് ഇത് എങ്ങനെയാണ് സൂപ്പർമാൻ വന്നത്, സൂപ്പർമാൻ വേറൊരു പ്ലാനറ്റിൽ നിന്ന് വന്നാണ്, ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു വെക്കുന്നതല്ലേ ഉള്ളൂ. അതെങ്ങനെയൊന്നും കാണിക്കുന്നില്ല. സൂപ്പർമാൻ ആയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അതെല്ലാം ഓൾറെഡി ഇഷ്ടം പോലെ മൂവീസ് കണ്ട് മറന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂവിയെ പറ്റി പറയാനുള്ളത്. മൂവി അതിഗംഭീരമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ കിടിലനായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മൂവിയെ പറ്റി പറയാനുള്ളത്. ധൈര്യമായിട്ട് പോയി നിങ്ങൾ IMAX-ലോ അല്ലെങ്കിൽ 3D മൂവിയോ, 3D മൂവി വലിയ 3D എഫക്റ്റ് ഒന്നും അതിനകത്ത് കിട്ടാനൊന്നുമില്ല. ജസ്റ്റ് ഒരു 2D പടം 3D ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 3D എഫക്റ്റ് ആയിട്ടൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ IMAX-ൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ IMAX തന്നെ പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിനിമയെ പറ്റി പറയാൻ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക, മസ്റ്റ് വാച്ചാണ്. ഇതുപോലുള്ള മൂവി റിവ്യൂസ് ഒക്കെ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയ മൂവീസ് അല്ലാതെ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട മൂവീസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. സോ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ ഇതിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. സോ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ഓക്കെ, ബൈ.